പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന മൊഡ്യൂളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് സംസാരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അതിലൊരുപാട് തരത്തിലുള്ള കൺസെപ്റ്റും അതിൻ്റെ വിശദമായ ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇന്നത്തെ വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. കൺസെപ്റ്റ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് ടെക്നോളജി, ബിസിനസ് സിറ്റുവേഷൻ ഇതൊക്കെ മാറിയതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടേം ഒരുപാട് മാറിയിട്ടുണ്ട്. മോഡേൺ മാർക്കറ്റിംഗ് എന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഒരുപാട് തരത്തിലുള്ള കമ്പനീസ്, ഒരുപാട് തരത്തിലുള്ള പ്രോഡക്റ്റ് അതൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ടു ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ടു ദ കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സിനാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് മോഡേൺ മാർക്കറ്റിംഗ് കൊണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കൺസെപ്റ്റ് മോഡേൺ മാർക്കറ്റിങ്ങിലുണ്ട്. അതൊക്കെയാണ് ഈ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത്. നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. കൺസെപ്റ്റ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. The concept of modern marketing is a customer oriented marketing. നമ്മൾ നേരത്തെ പറഞ്ഞു ആ കസ്റ്റമർ ഓറിയൻറ്റഡ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമറിൽ നിന്നാണ്. അതേപോലെ തന്നെ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് കസ്റ്റമർ, അതുപോലെ തന്നെ എൻഡിങ് പോയിന്റും കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ മോഡേൺ മാർക്കറ്റിംഗിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ കസ്റ്റമർ ഓറിയൻറ്റഡ് മാർക്കറ്റിംഗ് ആണ്. Then this concept hold that the primary task of a business firm is to study the needs, desires and preference of the potential customers or consumers and produce goods which are actually needed by the consumers or customers. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ നീഡ്സ്, ഡിസയർസ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യം എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ മുൻഗണനകൾ എന്താണ്, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രൈമറിയായ ടാസ്ക് എന്ന് പറയുന്നത്. അതിന് അനുസൃതമായിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിക്കുകയും അതുവഴി അവരുടെ നീഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മോഡേൺ കാലഘട്ടത്തിൽ മോഡേൺ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, Peter Drucker remarked, he says that the customer is the foundation of every business and keep it in existence. അപ്പോൾ പീറ്റർ ഡക്കർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ ഇങ്ങനെയാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് ബിസിനസിന്റെ ഫൗണ്ടേഷനാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. there is no customer, there is no business. കസ്റ്റമർ ഇല്ലെങ്കിൽ ആരില്ല, ബിസിനസ് ഇല്ല. അപ്പോൾ ബിസിനസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കസ്റ്റമറാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫൗണ്ടേഷനായ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം? കീപ്സ് ഇറ്റ് ഇൻ എക്സിസ്റ്റൻസ്. അതെപ്പോഴും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ മോഡേൺ ബിസിനസ് വേൾഡിൽ ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ വളരെ ക്ലിയർ ആണ്, മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ കസ്റ്റമർ ഈസ് ദ കിങ് ഓർ കസ്റ്റമർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ ബിസിനസ് ആൻഡ് കീപ് ഇറ്റ് ഇൻ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വാദഗതി. ദെൻ സാം വാൾട്ടൺ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ വാൾമാർട്ട് റീറ്റെയിൽ ഷോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഹോൾസെയിൽ റീറ്റെയിൽ വാൾമാർട്ടിൻ്റെ അതിൻ്റെ ഫൗണ്ടറാണ് സാം വാൾട്ടൺ. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, നോക്കാം നമുക്ക്. ദെർ ഇസ് ഓൺലി എ വൺ ബോസ്. ഞാൻ നേരത്തെ പറഞ്ഞു കസ്റ്റമർ ഇസ് ദ കിങ്. ദെർ ഇസ് ഓൺലി വൺ ബോസ്, ദ കസ്റ്റമർ.
there is only one boss, the customer. കസ്റ്റമർ ആണ് ഒരു ബിസിനസിന്റെ ബോസ് എന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ ചെയർമാനോ അതിന്റെ ഓണറോ അല്ല ബിസിനസിന്റെ ബോസ്. ദ ബോസ് ഈസ് കസ്റ്റമർ. കസ്റ്റമർ ആണ് ഒരു ബിസിനസിന്റെ ബോസ് എന്ന് പറയുന്നത്. He can fire everybody in the company from the chairman on down simply by spending his money somewhere else. അപ്പോൾ അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ഒരു വാചകം ഇങ്ങനെയാണ്: He can fire everybody in the company from the chairman on down. ഈ പറയുന്ന കസ്റ്റമറിന് വേണമെങ്കിൽ ഫയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആരെയാണ്? നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ തൊട്ട് താഴോട്ട് ആരെ വേണമെങ്കിലും ഈ പറയുന്ന ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വെടിവെക്കുക എന്ന് പറയില്ല, ആ ഒരു ടേമിലാണ്, അത് ഒരു ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. കസ്റ്റമർക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ ചെയർമാൻ തൊട്ട് താഴോട്ടുള്ള എല്ലാവരെയും ഇത്തരത്തിൽ ഫയർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫയർ ചെയ്യുന്നത്? ഒരു തോക്കെടുത്ത് വെടിവെക്കുന്നതല്ല. ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അത് പറഞ്ഞത്? എന്താ ചെയ്യുന്നത്? ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ എന്ത് ചെയ്യുക? സ്പെൻഡിങ് ഈസ് മണി ടു സംവെയർ എൽസ്. നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെ നമ്മുടെ ബിസിനസ്സിൽ അവർ അത് ആ മണി സ്പെൻഡ് ചെയ്യാതെ മറ്റുള്ള ബിസിനസ്സിലെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ചില കസ്റ്റമർ മണി സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ബിസിനസ് തകരും. അപ്പോൾ അതിനെയാണ് ഇവിടെ ആലങ്കാരികമായിട്ട് ഫയർ ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമർ ആണ് ഒരു ബിസിനസിന്റെ കിങ് അല്ലെങ്കിൽ ബോസ് എന്ന് പറയുന്നത്. ബിസിനസ്സിലെ ചെയർമാൻ തൊട്ട് താഴെയുള്ള എല്ലാവരെയും വേണമെങ്കിൽ ഇത്തരത്തിൽ കസ്റ്റമറിന് ഫയർ ചെയ്യാൻ പറ്റും. ആ ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിനെ മാറ്റി വേറൊരു ബിസിനസിന്റെ പ്രോഡക്റ്റ് സിമ്പിളായിട്ട് അങ്ങോട്ട് മാറ്റി ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് അവരുടെ മണി ആ ബിസിനസ്സിലേക്ക് സ്പെൻഡ് ചെയ്താൽ അതിനർത്ഥം നമ്മുടെ ബിസിനസ്സിനെതിരെ ഫയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ആലങ്കാരികമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ മനോഹരമാണ് ഈ ടേം. There is only one boss, the customer, and he can fire everybody in the company from the chairman on down simply by sending his money somewhere else. Okay. അപ്പോൾ മോഡേൺ മാർക്കറ്റിംഗിൽ കസ്റ്റമർ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ്. കസ്റ്റമറുടെ ടേസ്റ്റ്, കസ്റ്റമറുടെ പ്രിഫറൻസ്, കസ്റ്റമറുടെ നീഡ്, വാണ്ട് ആൻഡ് ആസ്പിറേഷൻ ഓർ ഡിസയർ, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. Then what are the features of modern marketing concept? നോക്കാം നമുക്ക്. The consumer is the king. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്യൂമർ ഓർ കസ്റ്റമർ is the king or boss. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. There are satisfaction of customer is the prime objective of enterprises. Each and every organization must achieve the customer needs, aspirations or desire. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ആണ് ഇവിടെ കീ എന്ന് പറയുന്നത്. A business enterprises has a dual objectives of customer satisfaction and profit maximization. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ രണ്ട് ഒബ്ജക്റ്റീവാണ്, ഡ്യുവൽ ഒബ്ജക്റ്റീവാണുള്ളത്. ഒന്ന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതുവഴി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു ഒബ്ജക്റ്റീവായ പ്രോഫിറ്റ് നമ്മൾക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. Needs and wants of a customer must be identified properly and deeply before starting production. നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയിൽ ഉണ്ടാക്കുമ്പോൾ തുടങ്ങുന്ന ഫംഗ്ഷൻ അല്ല. അതിനു മുമ്പേ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ആ തിങ്കിങ് ഫംഗ്ഷൻ കൂടെ മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് അനാലിസിസ് നടത്തിയിട്ട്, അനാലിസിസ് മീൻസ് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ട് ഓരോ കസ്റ്റമറിന്റെ നീഡ്, വാണ്ട്, അവരുടെ ഡിസൈർസ്, അവരുടെ ടേസ്റ്റ് ഇതെന്തൊക്കെയാണെന്ന് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തിയിട്ട് അത് ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അത് ന്യൂ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ആണ്. Then goods must be produced according to this needs and wants. നമ്മൾക്കറിയാം ഈ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരുടെ നീഡ്സിനും വാണ്ട്സിനും അനുസരിച്ചായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then all the resources of production must be utilized to their best extent so the cost of production may be minimized. അതായത് നമ്മൾക്ക് അവൈലബിൾ ആയ റിസോഴ്സസ് ഒക്കെ നമ്മൾ വളരെ കൃത്യതയോടുകൂടിയും വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കുറക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് ഇവർ പറയുന്നത്. ഓക്കെ. Then sixth one,
every activity of an enterprise must start with the consumer and end with the satisfaction of customer or consumer. നമ്മൾ പറഞ്ഞു ഈ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസ്യൂമറിൽ നിന്നാണ് അല്ലെങ്കിൽ കസ്റ്റമറിൽ നിന്നാണ്, എൻഡ് ചെയ്യുന്നതും അവിടെ വെച്ച് തന്നെയാണ്, അവരുടെ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഓരോ ബിസിനസിന്റെ ഓരോ ആക്ടിവിറ്റിയും അങ്ങനെ ആയിരിക്കണം, അങ്ങനെ വേണം നമ്മൾക്ക് ഓരോ ആക്ടിവിറ്റി ബിസിനസ്സിൽ സെറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് മോഡേൺ മാർക്കറ്റിംഗിൽ പറയുന്നത്. അതുപോലെ തന്നെ കസ്റ്റമർ ആർ ക്ലാസിഫൈഡ് ഇൻ ഗ്രൂപ്സ് ഓൺ ദ ബേസ് ഓഫ് ഇൻകം, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ, ഏജ്, വോളിയം ഓർ വോളിയം ഓഫ് പർച്ചേസ് എക്സെട്ര. ദാറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. നമ്മൾക്ക് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി അക്കോർഡിംഗ് ടു ദിയർ ഇൻകം, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഏജ് ക്ലാസിഫിക്കേഷൻ, വോളിയം ഓഫ് പർച്ചേസ്, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മോഡേൺ മാർക്കറ്റിൽ ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഫേം ചൂസസ് വൺ ഓഫ് ദ സെഗ്മെന്റ് for presenting its product or services. This selected segment is called target market. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആവുന്ന ആ ഒരു മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യും, ഒരു സെഗ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യും. ആ സെഗ്മെന്റ് ഊന്നിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റും സർവീസസ് ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ സെഗ്മെന്റിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ പുതിയ ടേമുകളും പുതിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ടാർഗറ്റ് മാർക്കറ്റ്. ഇതൊക്കെ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ സംഭാവനകളാണ്. ഓക്കെ, ദെൻ 8th one, modern marketing concept emphasizes the role of information as the key to both customer satisfaction and profitability. അപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഇൻഫോർമേഷൻ. റോൾ ഓഫ് ഇൻഫോർമേഷൻ ആസ് എ കീ. നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ചെയ്യുക. അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ, പ്രോഫിറ്റബിലിറ്റി ആണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഇൻഫോർമേഷന്റെ റോള് വളരെയധികം മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിലുണ്ട്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ ചാർട്ട് ചെയ്യേണ്ടത്. ഇത്രയുമാണ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ കൺസെപ്റ്റ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ വളരെ വേഗത്തിൽ ചുരുക്കിയിട്ട് കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ നമ്മൾ വളരെ ചുരുക്കിയിട്ട് പറയാം. ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. 3 കൺസെപ്റ്റാണ് സാധാരണ നമ്മൾക്ക് നമ്മുടെ സിലബസിലുള്ളത്. ഒന്ന് സൊസൈറ്റൽ കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഏതൊക്കെയാണ്? 3 കൺസെപ്റ്റാണ് മോഡേൺ മാർക്കറ്റിംഗിൽ നമ്മൾക്ക് നമ്മുടെ സിലബസ് പ്രകാരമുള്ളത്. ഒന്ന് സൊസൈറ്റൽ കൺസെപ്റ്റ്, മറ്റേത് ഹോളിസ്റ്റിക് കൺസെപ്റ്റ്, ദെൻ ലാസ്റ്റ് വൺ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അപ്പോൾ ഓരോന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സൊസൈറ്റൽ കൺസെപ്റ്റ് ആ ടേമിൽ തന്നെയുണ്ട്. എന്തായിരിക്കണം മാർക്കറ്റ് അല്ലെങ്കിൽ എന്തായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത്, സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. The element of social awareness is a marketing concept is growing on account of environmental problems, scarcity of resources, social problems and sense of social responsibility of a business. അപ്പോൾ പുതിയ മോഡേൺ മാർക്കറ്റിംഗ് വേൾഡിൽ അല്ലെങ്കിൽ മോഡേൺ ബിസിനസ് വേൾഡിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതൊക്കെ എൻവയറമെന്റൽ പ്രോബ്ലംസ്, നമുക്ക് റിസോഴ്സ് ഒക്കെ സ്കേഴ്സിറ്റി നമ്മൾ വളരെയധികം അനുഭവപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ്, സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുക ഓർഗനൈസേഷൻ, ഈ പറയുന്ന എന്തില് പബ്ലിക്കിന് ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുക. അതുവഴി സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യുക. ആ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അതായത് നമ്മുടെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ആണ് ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇനി എൻവയറമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് ഈ പറയുന്ന സൊസൈറ്റിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ജനറൽ പബ്ലിക്കിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾക്ക് എങ്ങനെ ഉയർത്താൻ വേണ്ടി പറ്റും. ഈ പറയുന്ന സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുന്ന മോഡേൺ മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
According to societal concept, business firms have to adopt socially responsible marketing policies in order to assure the social welfare in addition to the customer welfare. അപ്പോൾ കസ്റ്റമർ ഓർ കൺസ്യൂമർ വെൽഫെയർ ആണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു. അത് ഫോക്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സോഷ്യൽ വെൽഫെയറും കൂടി നമ്മൾ അഷ്യൂർ ചെയ്യണം, അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്യണം. സോഷ്യൽ വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയറും കൂടി. ഒരു കസ്റ്റമറിന്റെ നീഡും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ തന്നെ കസ്റ്റമറുടെ വെൽഫെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് നമ്മൾ സോഷ്യൽ വെൽഫെയറിനും കൂടി കൊടുക്കണം എന്നുള്ളതാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് പ്രകാരം മോഡേൺ മാർക്കറ്റിംഗിനെ പറയുന്നത്. The profit derived through social process and after satisfying the needs and wants of a society. അപ്പോൾ അത്തരത്തിൽ പ്രോഫിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഒരു സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറ്റണം. അതുപോലെ തന്നെ ഈ പറയുന്ന സൊസൈറ്റിയുടെ നീഡും വാണ്ടും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ. അല്ലാതെ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയ രീതിയിൽ ചെയ്തുകൊണ്ട്, സൊസൈറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. ഒരു സോഷ്യൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പ്രോഫിറ്റ് ഡിറൈവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നീഡ്സും വാണ്ട്സും ഒക്കെ സാറ്റിസ്ഫൈ രീതിയിൽ ആയിരിക്കണം നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സൊസൈറ്റിയിൽ കൺസെപ്റ്റിൽ പറയുന്നത്. The societal concept is a management philosophy that takes into account welfare of the society, the organization and its customers. അപ്പോൾ ഇതൊരു മാനേജ്മെന്റ് ഫിലോസഫിയാണ്. ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഏത് കാര്യം ചെയ്യുമ്പോൾ, ഓർഗനൈസേഷൻ്റെ ഏത് കാര്യം ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാനേജ്മെന്റ് ഫിലോസഫിയാണ് സൊസൈറ്റിയൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും അത് സൊസൈറ്റിയുടെ വെൽഫെയറിനായിരിക്കണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. Societal concept is an extension of marketing concept, covers society in addition to the customers or consumers. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളറിയാം കസ്റ്റമറിനെ അല്ലെ കൺസ്യൂമറിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു. എന്ത്? സോഷ്യൽ വെൽഫെയർ, സൊസൈറ്റിയെ കൂടി അതിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് സൊസൈറ്റൽ കൺസെപ്റ്റ്. അപ്പോൾ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ കൂടെ നമ്മൾ സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് മോഡേൺ മാർക്കറ്റിംഗ് സൊസൈറ്റൽ കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, അതാണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ഇനി എന്തൊക്കെ അസംഷൻസ് ആണ് സോഷ്യൽ ഓറിയന്റേഷൻ ഫിലോസഫി? ആ അസംഷൻസ് എന്തൊക്കെയുണ്ടാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൊസൈറ്റിയൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി ഈ ഒരു പുതിയൊരു മാർക്കറ്റിംഗ് ഫിലോസഫി ഫോളോ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ആയിരിക്കണം നമ്മുടെ അസംഷൻസ്, നമ്മൾക്ക് എന്തൊക്കെ അസംഷൻസ് ഉണ്ടാവണം നോക്കാം. ഒന്ന്, ദ ഫേം ഈസ് ടു പ്രൊഡ്യൂസ് ഓൺലി ദോസ് പ്രോഡക്റ്റ് ആർ വാണ്ടഡ് ബൈ ദ കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം ഫേം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ the firm is to be guided by long-term profit goals rather than quick sales. പെട്ടെന്ന് സെയിൽസ് നടത്തിക്കൊണ്ട് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുക, അങ്ങനെ ആകുമ്പോൾ നമ്മൾ തെറ്റായ രീതിയിലേക്ക് പോകുന്നു. ആ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ലോങ് ടേം പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ഫേമിനെ ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമുള്ള മറ്റൊരു അസംഷൻ. Then firm should discharge its social responsibility. എപ്പോഴും ഫേമും അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾക്കറിയാം ഓരോ മൾട്ടി ലെവൽ ഓർഗനൈസേഷനും അവരുടെ പ്രോഫിറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ഈ പറയുന്ന സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Then the management is to integrate the firm resources and activities to develop program to meet the individual consumers and social needs. അപ്പോൾ എപ്പോഴും മാനേജ്മെന്റ് ശ്രമിക്കേണ്ടത് ഈ പറയുന്ന റിസോഴ്സസും ആക്ടിവിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ യോജിച്ചു കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡിവിജ്വൽ കൺസ്യൂമറിന്റെ നീഡ്സും വാണ്ട്സും മീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സോഷ്യൽ നീഡ്സും കൂടി എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ പറയുന്ന റിസോഴ്സസും ആക്ടിവിറ്റിയും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്മെന്റൽ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ സോഷ്യൽ നീഡ്സും കൂടി അഡീഷൻ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അസംഷനായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. ഹോളിസ്റ്റിക് പേരിൽ തന്നെയുണ്ട് ഹോളിസ്റ്റിക് കൺസെപ്റ്റ്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. നോക്കാം.
It's a new marketing concept derived in 21st century of business philosophy. ബിസിനസ് ഫിലോസഫിയുടെ അതിൽ 21st സെഞ്ചുറിയിലാണ് ഇത്തരത്തിലുള്ള പുതിയൊരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ലാർജ് നമ്പർ ഓഫ് ഇന്റർ റിലേറ്റഡ് ഓർ ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റി. ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റി ചേർന്നതാണ്, അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റി ചേർന്നതാണ്. അതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് റെക്കഗ്നൈസ് ദാറ്റ് എവറിത്തിങ് മാറ്റേഴ്സ് വിത്തിൻ മാർക്കറ്റിംഗ്. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതൊരു മാറ്റേഴ്സ് ആവട്ടെ അതൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം. അതുകൊണ്ട് അതിനെ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് എല്ലാം ഏതിന്റെ എവറിത്തിങ് ഈസ് എ മാറ്റർ ഓഫ് മാർക്കറ്റിംഗ്. എല്ലാം മാർക്കറ്റിംഗിന്റെ മാറ്റർ ആയിട്ട് കാണണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ in recent times, holistic marketing philosophy has been attained popularity due to increased global and local competition. അപ്പോൾ ഈ 21st സെഞ്ചുറിയിലാണ് വന്നത്. ഇത് കുറച്ചും കൂടി ഇപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു ടേമാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഈ ഗ്ലോബൽ അതുപോലെ തന്നെ ലോക്കൽ കോമ്പറ്റീഷനൊക്കെ ഇൻക്രീസ് ചെയ്ത സമയത്ത് ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. Nowadays, every marketing firm wants to achieve a maximum market share by capturing more customers through creating positive brand image. കാരണം ഇപ്പൊ നമുക്കറിയാം കൂടുതൽ ഇപ്പൊ നമ്മൾക്ക് ഈ ഗ്ലോബൽ മാർക്കറ്റിംഗ് വളരെയധികം ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ കാണാൻ നമ്മൾ നാട്ടുപ്രദേശത്തെ സാധനം മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഈ ലോകം തന്നെ ഒരു മാർക്കറ്റ് ആയിട്ടാണ് ഇപ്പോൾ മാറി. നമുക്ക് എവിടെയുള്ള സാധനം എവിടെ നിന്നും വാങ്ങുവാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. It assumes that business system is a composition of many subsystem. ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് സബ്സിസ്റ്റം ചേർന്നതാണ്. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, റിസർച്ച്, ഡെവലപ്മെന്റ്, അക്കൗണ്ടിങ്, ഈ പറയുന്ന ഒരുപാട് സബ്സിസ്റ്റം ത്തിന്റെ ഒരു എന്താ പറയുക എല്ലാം ചേർന്ന ഒരു മെയിൻ സിസ്റ്റമാണ് ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു അഷ്യൂർ പ്രോഡക്റ്റ് സക്സസ് ദ ബിൽഡ് ബ്രാൻഡ് ഇമേജ് ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ഓൾ സബ് സിസ്റ്റം നീഡ് ടു ബി കെയിം ടുഗദർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ് സിസ്റ്റം ചേർന്നുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ ഈ കസ്റ്റമറിന്റെ മൈൻഡിൽ നമ്മൾക്ക് നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ, അല്ല അവരുടെ മനസ്സിൽ നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് സക്സസ് ആവണമെങ്കിൽ ഈ പറയുന്ന എല്ലാ സബ് സിസ്റ്റവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സബ് സിസ്റ്റവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിന് ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അവരുടെ എന്താ പറയുക മനസ്സിൽ തറക്കുകയുള്ളൂ എന്ന് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയുന്നു. Then there are 4 components of holistic marketing concept. 3 കോമ്പണന്റ് ആണ് ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിലുള്ളത്. അത് ഒന്ന് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഒന്ന് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആൻഡ് ഇന്റേണൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്. അപ്പോൾ 4 കൺസെപ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഒന്ന് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, ഇന്റേണൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്. ഇതൊക്കെ ഈ പറഞ്ഞ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 4 കോമ്പണന്റ് ആയിട്ടാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഹോളിസ്റ്റിക് കൺസെപ്റ്റ്, every job in the company is analyzed to know how it affect management, employees, customer and society. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം, ഹോളിസ്റ്റിക് കൺസെപ്റ്റ് പ്രകാരം എല്ലാം ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ദ മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് പ്രകാരം ബിസിനസിന്റെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ജോബ്സും നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യണം. അത് എങ്ങനെയാണ് മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ, സൊസൈറ്റിയെ എഫക്ട് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള അനാലിസിസ് നമ്മൾക്ക് ഓരോ ആക്ടിവിറ്റീസിലും ഓരോ ജോബിലും നമ്മൾക്ക് ചെയ്യണം എന്നുള്ളതാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. In order to implementing holistic marketing concept, there should be a proper coordination among the different department of the organization. They all need to work in integrated and coordinated manner. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് സബ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സബ് സിസ്റ്റം ഒക്കെ അവരുടെയൊക്കെ ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യാനും അതൊക്കെ കൺട്രോൾ ചെയ്യാനും അതുവഴി നമുക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം. എങ്കിൽ മാത്രമേ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
Then last and third concept, value based concept. വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ് നമ്മൾ നേരത്തെ ഈ ഇത്തരത്തിലുള്ള ചില ടേമുകൾ ഉപയോഗിച്ചതാണ്. വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ് പ്രകാരം കൺസ്യൂമേഴ്സ് ആർ സീക്കിംഗ് എ ഫെയർ റിട്ടേൺ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദെയർ ഹാർഡ് ഏൺഡ് മണി സ്കേഴ്സ് ടൈം. അതായത് ഇപ്പോൾ കൺസ്യൂമേഴ്സ് അവർ ചെലവാക്കുന്ന എമൗണ്ടിന്, അവരുടെ ആ ഒരു പണത്തിന് അവർക്ക് അതിൻ്റെതായ ഫെയർ റിട്ടേൺ അവർക്ക് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. അത് ഗുഡ്സ് സാധനമാവട്ടെ അല്ല സേവനമാകട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എപ്പോഴും ഫെയർ ആയിരിക്കണം. അവർ ചെലവാക്കുന്ന എമൗണ്ടിന് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടണം, അവരെ വാല്യൂ ചെയ്യണം. അതാണ് വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് എത്രമാത്രം വാല്യൂ നമുക്ക് കൊടുക്കുവാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന് വാങ്ങുന്ന എമൗണ്ടിന് നമ്മൾ വാല്യൂ കൊടുക്കണം. മീൻസ് അതിന് ആ എമൗണ്ട് ചെലവാക്കുന്നതിന് അത്ര തന്നെ റിട്ടേൺ നമുക്ക് നിർബന്ധമായിട്ട് നൽകാൻ പറ്റണം എന്നുള്ളതാണ് വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ് പ്രകാരം. ദേ വാണ്ട് ടു products or services that meet their specific needs and wants and they are offered at a competitive price. Therefore, compete successfully, the firm will have to their customers greater value than their competitors do. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതേപോലെ തന്നെ കോംപ്ലിമെന്ററി അല്ലെങ്കിൽ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തായിരിക്കണം, അതെപ്പോഴും കസ്റ്റമറുടെ അവരുടെ മൂല്യം, അവർ കൊടുക്കുന്ന വാല്യൂവിന് അവർക്ക് അതിനനുസരിച്ചുള്ള മൂല്യമുള്ള പ്രോഡക്റ്റ് കിട്ടിയിരിക്കണം. അവർ സക്സസ്ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാല്യൂ ആണ്. കസ്റ്റമറെ നമ്മൾ ഈ വാല്യൂ ബേസ്ഡ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മളെ കസ്റ്റമറിന് അവർ ചെലവാക്കുന്ന എമൗണ്ട് നമ്മൾ വാല്യൂ കൊടുക്കണം, അതിനനുസരിച്ചുള്ള റിട്ടേൺ അവർക്ക് കിട്ടണം എന്നുള്ളതാണ്. Firm should attempt to find the most desirable balance between providing benefit to the customer and keeping their cost down. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായ രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറക്കുന്ന കൂട്ടത്തിൽ തന്നെ കസ്റ്റമറിന് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഏറ്റവും ഇഫക്റ്റീവായ ബെനിഫിറ്റ് കിട്ടിയിരിക്കണം എന്നുള്ളത്. അത് തമ്മിൽ നമ്മൾ കോസ്റ്റ് ഒരുപാട് കുറക്കുമ്പോൾ ചിലപ്പോൾ അതിനുള്ള ക്വാളിറ്റി ആ രീതിയിലൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ മാറാതെ ഇത് രണ്ടും എപ്പോഴും ബാലൻസ്, ഈ കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന ബെനിഫിറ്റും എപ്പോഴും ബാലൻസ് ചെയ്തിട്ട് അത് ഏറ്റവും ഇഫക്റ്റീവായ രീതിയിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. കസ്റ്റമർ എക്സ്പെക്ട് ഗുഡ് വാല്യൂ ഇൻ ദ ഫോം ഓഫ് റീസണബിൾ പ്രൈസ്, സെലക്ഷൻ, ക്വാളിറ്റി, സർവീസ്. അപ്പോൾ അതിനൊക്കെ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല വാല്യൂ ആയിരിക്കണം, എങ്ങനെയായിരിക്കണം, റീസണബിൾ പ്രൈസ് ആണ്. എല്ലാത്തിനും അവർ എന്താ പറയുക മൂല്യം കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രൈസിന്, സെലക്ഷന്, ക്വാളിറ്റി, ഈ പറയുന്ന ആ സാഹചര്യത്തിനൊക്കെ നമ്മൾ അതനുസരിച്ച് തന്നെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി ട്രീറ്റിംഗ് പീപ്പിൾ ആസ് എ customers or consumers, approach it treated them human being with a mind's heart and spirit. അപ്പോൾ നമ്മൾ സാധാരണ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവരെ സാധാരണ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതെ അവരെ കുറച്ചും കൂടി വാല്യൂ കൊടുത്തുകൊണ്ട് അവരെ ഈ പറയുന്ന മൈൻഡ്, ഹേർട്ട്, സ്പിരിറ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറെ സിംപ്ലി ഒരു കസ്റ്റമറായിട്ട് ട്രീറ്റ് ചെയ്യാതെ അവരും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്ക് മൈൻഡ് ഉണ്ട്, ഹേർട്ട് ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു അതൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ അപ്രോച്ച് ഉണ്ടാക്കാൻ, നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ് പ്രകാരം ഏറ്റവും ക്രീമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ ബേസ്ഡ് കൺസെപ്റ്റ്. ദെൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസ്പോൺസിബിൾ ആവുന്നത് ഈ പറയുന്ന മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ ഗ്രോത്തിന്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്, അല്ല റെസ്പോൺസിബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റിനും സർവീസസിനും ഡിമാൻഡ് എന്താവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഈ പറയുന്ന ഓരോ വ്യക്തിയുടെയും ടേസ്റ്റും പ്രിഫറൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മുടെ ഇതിനെ എഫക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ദെൻ ഗ്രോയിങ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. നമ്മൾക്കറിയാം നമ്മൾ നേരത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ഇപ്പോൾ സ്മോൾ ഫാമിലി ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന രീതിയിലുള്ള മാർക്കറ്റിങ്ങിനൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലുണ്ടാവുന്ന മാറ്റവും
ഹൗസ് ഹോൾഡിന്റെ നമ്പറിൽ ഉണ്ടാകുന്ന മാറ്റവും നമ്മുടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ ബാധിക്കാറുണ്ട്, ഫാക്ടർ ചെയ്യാറുണ്ട്. ദെൻ ഇൻക്രീസിങ് ഡിസ്പോസിബിൾ ഇൻകം. ഇൻക്രീസിംഗ് ഡിസ്പോസിബിൾ ഇൻകം, ഈ എംപ്ലോയ്മെന്റ്, ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകം, എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ, ദ ഗ്രോത്ത് ഓഫ് ഡിസ്പോസിബിൾ ഇൻകം ഹാസ് ടു ബി നെസസിറ്റഡ് ദ മാനുഫാക്ചറിംഗ് ഓഫ് ന്യൂ സ്റ്റൈൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് ഇപ്പോൾ ഈ ഡിസ്പോസ് ചെയ്യുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ ഇതുകൊണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പറഞ്ഞ ഡിസ്പോസിബിൾ ചെയ്യുന്ന ഇൻകം, അവർ ചെലവാക്കുന്ന ഇൻകം വളരെ കൂടുതലാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡിസ്പോസ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ പറഞ്ഞ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ അത് എന്താ പറയണ്ടത്, എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ വാണ്ട് ടു സ്പെൻഡ് മോർ ആൻഡ് പ്രൊക്യൂർ മോർ കംഫർട്ട്, മോർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോർ വെറൈറ്റി ഓഫ് കൺസംഷൻ. ഇപ്പോൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ, ഈ പറയുന്ന കസ്റ്റമേഴ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവർ കൂടുതൽ രീതിയിലുള്ള ക്വാളിറ്റിയും അല്ല കൂടുതൽ കംഫർട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് കൂടുന്നത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. നമ്മുടെ നേരത്തെ കുറേ കാലഘട്ടം മുമ്പുണ്ടായ ഒരു ലൈഫോടുള്ള ചിന്താഗതിയല്ല ഇപ്പോഴത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡും നമ്മളിപ്പോൾ ഈ പറയുന്ന 4Gയും 5G ഒക്കെ ആയ ഒരു ഘട്ടത്തിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ഒരു ഈ ലൈഫോടുള്ള ഒരു ചേഞ്ച് ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ ചില രീതിയിലായിരിക്കും പണ്ടൊക്കെ ചെയ്ത പഴയ സ്റ്റൈലല്ലായിരിക്കും, പക്ഷെ ഇപ്പോഴൊക്കെ സ്റ്റൈലൊക്കെ മാറി. അതുപോലെ തന്നെ ന്യൂ ഫാഷനൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ ന്യൂർ തിങ്സ്, ഒരുപാട് ചിന്തകളൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ഒരുപാട് ടെക്നോളജി ഒരുപാട് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നമ്മുടെ ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഒക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ ചില ടെക്നോളജിയൊക്കെ വരുമ്പോൾ നമ്മുടെ അതിൻ്റെ ഈ പറയുന്ന സ്പീഡ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതും ഈ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ പുതിയ മാർക്കറ്റിംഗ് ടെക്നോളജിയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും നമ്മുടെ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ഗ്രോത്ത് ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. മാർക്കറ്റിംഗ് ചാനൽസ് ഇപ്പം ഒരുപാട് തരത്തിലുള്ള പഴയതാണെങ്കിൽ വളരെ സിമ്പിളായ ഒരു മാർക്കറ്റിംഗ് ചാനലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. നമ്മൾക്ക് മിഡിൽ മാൻ ഉണ്ടാകും, പിന്നെ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നമ്മൾക്കറിയാം നാട്ടിൻ പ്രദേശത്ത് ഒരുപാട് തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് ചാനൽസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് ചാനൽസ് ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഒരു തരത്തിലേ ഉള്ളെങ്കിൽ ഇപ്പോൾ അത് വെറൈറ്റി ഓഫ് തരത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ഡോർ ടു ഡെലിവറി, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ ഗ്രോത്ത് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഇപ്പോൾ നമ്മുടെ പരസ്യങ്ങൾ, ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ പർച്ചേസ് കപ്പാസിറ്റി, അതുപോലെ തന്നെ പർച്ചേസ് ബിഹേവിയറെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം മാസമായിട്ട് ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. നമുക്ക് ഫോണിലൂടെ ആണെങ്കിലും നമ്മളുടെ TV-യിലൂടെ ആണെങ്കിലും നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ തന്നെ ഇപ്പോൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ ബാധിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാൻ വലിയ വഴിയൊന്നും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ അറിയാം. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ മനസ്സിനുള്ളിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ഒരു ബോധപൂർവമായ ഇടപെടലിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. ഈ പറയുന്ന ഒരുപാട് മാസ് മീഡിയ വഴി, നമ്മുടെ മൊബൈൽ ഫോൺ വഴി ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്ത്, ഗ്രോയിങ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, ഇൻക്രീസ് ഡിസ്പോസിബിൾ ഇൻകം, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഓഫ് മാർക്കറ്റിംഗ് ചാനൽ ആൻഡ് ഗ്രോത്ത് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിന്ന് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ 3 തരത്തിലുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോളിസ്റ്റിക് പറഞ്ഞു, സൊസൈറ്റിയൽ പറഞ്ഞു, അതുപോലെ തന്നെ വാല്യൂ ബേസ്ഡ് പറഞ്ഞു. പിന്നെ ഈ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതേ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.